ജൂൺ 10 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ബാർദോ, വിശുദ്ധ ജത്തുലിയൂസ്, വിശുദ്ധ സെറയാലിസ്, വിശുദ്ധ അമാൻസിയൂസ്, വിശുദ്ധ പ്രിമിത്തിയൂസ്, വിശുദ്ധ അരേസിയൂസ്, വിശുദ്ധ റൊഗാത്തൂസ്, വിശുദ്ധ ബെസിലിദസ്, വിശുദ്ധ ത്രിപ്പോസ്, വിശുദ്ധ മൻഡൽ, വിശുദ്ധ ബൊഗുമല്ലൂസ്, വിശുദ്ധ സെൻസുരിയൂസ്. വിശുദ്ധ ബാർദോ 982-1052 കാലഘട്ടത്തിലാണ് വിശുദ്ധ ബാർദോ ജീവിച്ചിരുന്നത്. ഹുൾഡ ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ പഠിച്ച് ബെനഡിക്റ്റിൻ സഭാവസ്ത്രം സ്വീകരിച്ച ബാർദോ ജർമ്മനിയിൽ ഓപ്പർ ഷൊഫനിലാണ് ജനിച്ചത്. സന്യാസികൾക്കൊരു ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹം. അതിനാൽ സന്യാസവസ്ത്രം സ്വീകരിച്ച് വൈകാതെ തന്നെ അദ്ദേഹം ഡീനായി നിയമിക്കപ്പെട്ടു. തപസ്സിനും പ്രായശ്ചിത്തത്തിനും വേണ്ടി അദ്ദേഹം തീവ്രമായി പരിശ്രമിച്ചിരുന്നു. 47-ാമത്തെ വയസ്സിൽ വെർഡൻ ആശ്രമത്തിന്റെ ആബട്ടായി ബാർദോ തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് 1031 ഹെഴ്സ്ഫെൽഡ് ആശ്രമത്തിൽ ആബട്ടായി. അതേ വർഷം തന്നെ അദ്ദേഹം മെയിൻസ് ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. കുറേ നാൾ അദ്ദേഹം സാമ്രാജ്യത്തിന്റെ ചാൻസലർ സ്ഥാനവും വഹിച്ചിരുന്നു. അനവധിയായ കാരുണ്യ പ്രവർത്തികൾ ആർച്ച് ബിഷപ്പിന്റെ സവിശേഷതയായിരുന്നു. ദരിദ്രരോടും അഗതികളോടും അദ്ദേഹം പ്രകാശിപ്പിച്ചിരുന്ന സ്നേഹം അന്യാദൃശ്യമായിരുന്നു. മൃഗങ്ങളെപ്പോലും എത്രയും ദയയോടെയാണ് സംരക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രായച്ചിത്തങ്ങളെയും തപോനിഷ്ഠകളെയും പറ്റി കേൾക്കുവാനിടയായ 9-ാം ലയോ മാർപ്പാപ്പ അവയുടെ ആധിക്യം കുറയ്ക്കണമെന്ന് ഉപദേശിക്കുകയുണ്ടായി. തപസ്സും അജഗണങ്ങൾക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും ദൈവാനുഗ്രഹത്താൽ 71-ാമത്തെ വയസ്സുവരെ തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നേ ദിവസം വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ലൗകിക അഭിവൃദ്ധിയോ ജീവിത ക്ലേശങ്ങളോ വലിയ കാര്യമായി നാം കരുതേണ്ടതില്ല. പാപം മാത്രമാണ് യഥാർത്ഥ തിന്മയെന്നും ദൈവത്തോട് നമ്മളെ ഐക്യപ്പെടുത്തുന്ന സുഹൃതമല്ലാതെ വേറൊരു നന്മയില്ലെന്നും ചിന്തിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവനും സ്വർഗത്തിലേക്ക് തിരിച്ചുവിടാം. വിശുദ്ധനായ ബാർദോയെ ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.